നിലമ്പൂരിൽ UDFന്റെ തേരോട്ടമാണ് കണ്ടത്. CPMന്റെ സിറ്റിംഗ് സീറ്റിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ മിന്നും ജയം 11,077 വോട്ടിന്. 6 പഞ്ചായത്തുകളിലും നഗരസഭയിലും ത്രിവർണ്ണ തരംഗം. LDF പിടിച്ചു നിന്നത് കരുളായി പഞ്ചായത്തിൽ മാത്രം. സ്വന്തം പഞ്ചായത്തിലും ലീഡ് നേടാൻ M സ്വരാജിന് ആയില്ല. 20,000-ഓളം വോട്ട് നേടി PV അൻവർ നിലമ്പൂരിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം മൂന്നാം പിണറായി സർക്കാർ എന്ന ഇടത് സ്വപ്നത്തിനേൽപ്പിക്കുന്ന മങ്ങൽ ചെറുതല്ല. കഴിഞ്ഞ തവണത്തേക്കാൾ 1,470 വോട്ട് UDFന് കുറഞ്ഞെന്ന് അവകാശപ്പെടുമ്പോഴും വർഗീയ സംഘടനകളുടെ സഹായം തേടിയെന്ന് ആരോപിക്കുമ്പോഴും തോൽവിയുടെ കാരണങ്ങൾ ഇടതുപക്ഷം ആഴത്തിൽ പരിശോധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിലമ്പൂർ വിധി. ന്യൂസ് പ്ലസ് ചർച്ച ചെയ്യുന്നു. പാഠം 1, ഭരണവിരുദ്ധ വികാരം. നമുക്കൊപ്പം CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് R സനൽകുമാർ, കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ, തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് VS മനോജ് കുമാർ എന്നിവർ ചേരുകയാണ്. ആദ്യം നമുക്ക് R സനൽകുമാറിലേക്ക് പോയാൽ, അഡ്വക്കേറ്റ് R സനൽകുമാർ, കിട്ടാവുന്നതിൽ വച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് നിലമ്പൂരിൽ ഇടതുപക്ഷം നിർത്തിയത്. എന്നിട്ടും M സ്വരാജിന് അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ പോലും ലീഡ് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഭരണവിരുദ്ധ വികാരം തന്നെയല്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ തുടക്കം മുതലേ തന്നെ ചില മാധ്യമങ്ങളും ഇടതുപക്ഷത്തെ എതിർക്കുന്നവരെല്ലാം ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാൻ പോകുന്നു എന്ന ഒരു പ്രചരണത്തിന് ആക്കം കൂട്ടുകയായിരുന്നു. ഇപ്പോൾ സാങ്കേതികമായി UDF ജയിച്ചതോടുകൂടി അത് പരമാവധി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഉച്ച മുതൽ ഈ തെരഞ്ഞെടുപ്പ് വിജയം UDFന് വന്നതോടുകൂടി, പ്രത്യേകിച്ചും ചില മാധ്യമങ്ങളാണ് അത് ഏറ്റവും ശക്തിയായിട്ട്, UDF തന്നെ അങ്ങനെ പറയുന്നില്ല, മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണ് ശക്തമായിട്ട് ഇങ്ങനെയുള്ള തലക്കെട്ടോടുകൂടി ചില ചർച്ചകൾ കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ 2006-ൽ 100 സീറ്റ് കിട്ടി VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ സ്വരാജിനെ പോലെ തന്നെ ഏറ്റവും ശക്തനും പ്രമുഖനുമായിരുന്ന P ശ്രീരാമകൃഷ്ണൻ, നമ്മുടെ നിയമസഭാ സ്പീക്കറും ഒക്കെ ആയിരുന്ന കേരളത്തിലെ യുവാക്കളുടെ ഏറ്റവും ഹരമായിരുന്ന നേതാവിനെ തന്നെയാണ് അന്ന് മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദിനെതിരായി ആ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത്. അന്നും നിലമ്പൂർ മണ്ഡലത്തിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെല്ലാം പോയവരാണ്. എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായിരുന്നു ശ്രീരാമകൃഷ്ണൻ. ഞാൻ പറഞ്ഞു വരുന്നത്, 2006-ൽ 100 സീറ്റ് കിട്ടിയപ്പോഴും ഇടതുപക്ഷം ജയിക്കാത്ത ഒരു സീറ്റാണ് ഈ പറയുന്ന നിലമ്പൂർ എന്ന് പറയുന്ന സീറ്റ്. 2011-ൽ ഇന്നത്തെ മണ്ഡല പുനർവിഭജനം വന്നതിന് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിലും ആര്യാടൻ തന്നെ അവിടെ വിജയിച്ചു വരികയാണ് ഉണ്ടായത്. 2016-ലാണ് ഞങ്ങൾ അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്രനായി അൻവറിനെ മത്സരിപ്പിച്ചുകൊണ്ട് ആ മണ്ഡലം ഞങ്ങൾ വിജയിച്ചു വരുന്നത്. അൻവർ എങ്ങനെയാണ് വിജയിച്ചത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. ഇടതുപക്ഷത്തിന് ലഭിക്കാൻ ഇടയില്ലാത്ത കുറേ വോട്ടുകൾ കൂടി അൻവർ പ്രത്യേകമായി ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മണ്ഡലം ഞങ്ങൾ വിജയിച്ചു വന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ സ്വരാജിനെ പോലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ മത്സരിച്ചിരുന്ന VV പ്രകാശ്. ഞങ്ങൾ ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് അവിടെ കാഴ്ചവെച്ചത്. അൻവർ വ്യക്തിപരമായി സ്വാധീനിച്ച വോട്ടും കൂടി വന്നപ്പോഴാണ് ആ മണ്ഡലം ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞത്. ഇതിൽ 2006 മുതലുള്ള തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിന് നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് 60,000-ന് മുകളിലുള്ള വോട്ടുകളാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ സ്വരാജിനെ പോലെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷം ഇപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിനും അതിൻ്റെ ഗുണഭോക്താവായി നിന്നതിന് ശേഷം ഏറ്റവും അവസാനം ഞങ്ങളെ ചതിച്ച് UDFുമായി ഗൂഢാലോചന നടത്തി, രാഷ്ട്രീയ ഗൂഢാലോചന നടത്തി അപ്പുറത്തേക്ക് പോയി ഇടതുപക്ഷത്തിനെ ഒരു പാഠം പഠിപ്പിച്ചു കളയും എന്ന രീതിയിൽ ഒരു ഇടതുപക്ഷ വിരുദ്ധ ശക്തികളെ എല്ലാം കൂട്ടിവയ്പ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പായിട്ടും ഞങ്ങൾ അവിടെ 66,000-ലേറെ വോട്ടുകൾ നേടി ഞങ്ങളുടെ അടിത്തറ ഭദ്രമാക്കുന്നത് മാത്രമല്ല, ഇടതുപക്ഷം എന്നത് ഇടതുപക്ഷത്തിൻ്റെ ഭൂമികയെ തൊടാനോ അതിനെതിരെ ഈ പറഞ്ഞ ആരോപണങ്ങളൊന്നും തന്നെ യേശുന്നില്ല എന്ന് ശക്തമായി വിളിച്ചു പോകുന്നൊരു തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ രാഷ്ട്രീയമായിട്ടാണ് ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. രാഷ്ട്രീയമായിട്ട് നേരിടുക എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷ ശക്തികളുടെ ഐക്യം ഇന്ത്യയിൽ ഉയർത്തുന്നതിന് വേണ്ടി ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അങ്ങനെയുള്ള CPMന് എതിരായി ഇടതുപക്ഷ വിരുദ്ധ ശക്തികളെ എല്ലാം ചേർത്തത് മാത്രമല്ല, കേരളം എന്ന് പറയുന്ന ഒരു തുരുത്ത് മാത്രമാണ് മതനിരപേക്ഷയുടെ കാവലാളായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം. ഇവിടെ പോലും എല്ലാ വർഗീയ ശക്തികളെയും ഒന്നിച്ചണിനിരത്തിക്കൊണ്ട്
ആ വർഗീയ ശക്തികൾക്ക് എല്ലാ തരത്തിലുള്ള വളക്കൂറുള്ള മണ്ണാക്കി കേരളത്തെ മാറ്റാമോ എന്ന് പരീക്ഷണം നടത്തുന്ന RSSനെയും ജമാഅത്ത് ഇസ്ലാമിയെയും എല്ലാം തരാതരം പോലെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു SDP അടക്കം ഈ ഘട്ടത്തിൽ ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നിങ്ങളിവിടെ ഈ ചർച്ച തുടങ്ങുമ്പോൾ കൊണ്ടുവന്ന ഇടതുപക്ഷ വിരുദ്ധ തരംഗം, പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഈ ചേലക്കരയിൽ പിണറായി സത്തിനെതിരായി സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചുകൊണ്ട് അൻവർ അവിടെ വന്നല്ലോ. അൻവർ ചേലക്കരയിൽ ഇതേ കാര്യം തന്നെയല്ലേ അവിടെ പ്രചരിപ്പിച്ചത്? ചേലക്കര നിയോജക മണ്ഡലത്തിൽ എന്താണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ലേ? പാലക്കാട് ഞങ്ങൾ 3ാം സ്ഥാനത്ത് മത്സരിക്കുന്ന മണ്ഡലമാണ്. ഞങ്ങളവിടെ ഞങ്ങളുടെ വോട്ട് നില ഉയർത്തുകയാണ് ചെയ്തത്. അവിടെയും ഇതുപോലെ തന്നെ എല്ലാ ശക്തികളും ഒന്നിച്ചു നിന്ന് ഞങ്ങളെ എതിർക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ എല്ലാ ശക്തികളും ഒന്നിച്ചെതിർത്താലും കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാൻ കഴിയില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി വന്നിട്ടുള്ളത്. ഇപ്പൊ സനൽകുമാർ സന്ദീപ് വാര്യരിലേക്ക് കൂടി പോവുകയാണ്. സന്ദീപ് വാര്യർ, അദ്ദേഹം പറയുന്നത് അനുസരിച്ച് അതല്ലെങ്കിൽ തന്നെയും ഞാൻ ചോദിക്കാനിരുന്നതാണ്, ഇത് ആധികാരിക വിജയം തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത് നേടിയിരിക്കുന്നത് എന്ന് വച്ച് കേരളമാകെ ഇങ്ങനെ ഒരു തരംഗം ഉണ്ട് എന്നുള്ള ഒരു റീഡിങ്ങിലേക്ക് എത്തുന്നത് അബദ്ധമാകില്ലേ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് CPM LDFിനകത്തെ CPMനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളായിരുന്നു. ഒരുപക്ഷെ CPMനകത്ത് സ്വരാജിനെ പോലെ തന്നെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു, ഒരു MLA ആയിരുന്നു അൻവർ. അവർ കടന്നൽ രാജ എന്ന സ്നേഹത്തോടെ വിളിച്ചിരുന്ന CPM സൈബർ അണികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവായിരുന്നു. സഖാവ് എന്ന് തന്നെയാണ് വീണ ജോർജൊക്കെ, പത്തനംതിട്ട എന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗമാണല്ലോ അവിടെ ഇരിക്കുന്നത്. വീണ ജോർജിൻ്റെ ഒരു പ്രസംഗത്തിൽ അൻവറിനെ സഖാവ് എന്നാണ് വിളിക്കുന്നത്. അപ്പം അൻവർ അവരുടെ സഖാവായിരുന്നു. അൻവർ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുപ്പമുള്ള ആളായിരുന്നു. നിങ്ങളുടെ ഉള്ളിലുണ്ടായ ആഭ്യന്തര തർക്കങ്ങളെ തുടർന്നാണ് അൻവർ പുറത്തു പോകുന്നതും ഈ നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം സംജാതമായതും. അതിന് നിങ്ങൾ UDFിന് കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങളുടെ മുന്നണിക്കകത്ത് നിങ്ങളുടെ MLA നിലയ്ക്ക് നിർത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ MLAയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാനോ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ്. നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയറാണ്, നിങ്ങളുടെ മുന്നണി നടത്തുന്നതിലുള്ള കുഴപ്പങ്ങളാണ്. അതിനെന്തിനാണ് UDFിനെ പഴിക്കുന്നത്? അതിനെന്തിനാണ് നാട്ടുകാരെ പഴിക്കുന്നത്? അപ്പോൾ നിങ്ങളുടെ കുഴപ്പം കൊണ്ടൊരു തിരഞ്ഞെടുപ്പുണ്ടായി. ശരി, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥിയാരാണ്? നിങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥി കേരളത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ്. അതിൽ തർക്കമൊന്നുമില്ല. CPM അണികൾക്കിടയിൽ ഏറ്റവും സ്വാധീനമുള്ള, അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി. മുഖ്യമന്ത്രി 3 ദിവസം ഈ മണ്ഡലത്തിലുണ്ടായിരുന്നു. എല്ലാ മന്ത്രിമാരും വീട് കയറി ഇറങ്ങി, MLAമാർ വീട് കയറി ഇറങ്ങി. CPMൻ്റെ കേരളത്തിലുടനീളമുള്ള സമ്പൂർണ്ണ അണികളും ഇവിടെ വന്ന് പ്രവർത്തനത്തിലേർപ്പെട്ടു. കോടിക്കണക്കിന് രൂപ സ്പെൻഡ് ചെയ്തു. അവസാനം ഇപ്പം നിങ്ങൾ പറയുന്നത് എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ ഉറപ്പിച്ച് നിർത്താൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ പറയുന്നത് മുഖവിലക്കെടുത്താൽ സ്വരാജ് എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവിന് നിങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾക്കപ്പുറം ഒരു വോട്ട് പോലും വ്യക്തിപരമായി സമാഹരിക്കാൻ ശേഷിയില്ലാത്ത, ജനകീയനല്ലാത്ത, ഒട്ടും ജനസ്വാധീനമില്ലാത്ത ഒരു സാധാരണ സഖാവ് മാത്രമാണ് എന്ന് പറയേണ്ടി വരില്ലേ? അതായത് നിങ്ങളുടെ കേഡർ വോട്ടുകൾ, നിങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ മാത്രം സമാഹരിക്കാനെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും സാധാരണ സഖാവിനെ നിർത്തിയാലും പോരെ? അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങൾ വാദിക്കുന്നതിലെ ഒരു കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഒന്നുകിൽ സ്വരാജ് ഒരു സാധാരണ സഖാവ് മാത്രമാണെന്നും അദ്ദേഹത്തിന് വ്യക്തിപരമായി ഒരു വോട്ടും സമാഹരിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം തൃപ്പൂണിത്തറയിലെ MLA എന്നുള്ള നിലയ്ക്ക് പരാജിതനായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ MLA എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ പരാജയം നിലമ്പൂരിൽ പ്രതിഫലിച്ചുവെന്നും നിലമ്പൂരിലെ ജനങ്ങളുമായിട്ട് അദ്ദേഹം ഡിസ്കണക്റ്റഡ് ആയിരുന്നുവെന്നും സ്വന്തം നാടായിട്ട് പോലും നിലമ്പൂരിൽ അദ്ദേഹത്തിന് ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പോത്തുകലിലെ അടക്കം ലീഡ് നില പറയുന്നത് എന്നും ഒക്കെ നിങ്ങൾ സമ്മതിച്ചാൽ, നിങ്ങൾ പറയുന്ന വാദം നമുക്ക് സമ്മതിക്കാം. പക്ഷേ അത് സമ്മതിക്കാൻ നിങ്ങൾ തയ്യാറാവും. അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ സ്വരാജിനെ നിങ്ങൾ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന തുല്യവും. ഇവിടെ നിങ്ങൾ ചെയ്യാവുന്നത് വെച്ച് ഏറ്റവും നല്ല ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ പണം ചിലവാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി 3 ദിവസമാണ് ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് എല്ലാ പഞ്ചായത്തിലും പോയി പ്രസംഗിച്ചത്. എല്ലാ പഞ്ചായത്തിലും റാലി നടത്തി. കേരളത്തിലുടനീളമുള്ള നിങ്ങളുടെ സംഘടനാ സംവിധാനത്തെ ഉപയോഗിച്ച് മുഴുവൻ മന്ത്രിമാരും വീട് കയറി ഇറങ്ങി, MLAമാർ വീട് കയറി ഇറങ്ങി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇവിടെ കൃത്യമായിട്ടുള്ള, വളരെ ആധികാരികമായിട്ടുള്ളൊരു വിജയം നേടാൻ UDFിന് കഴിഞ്ഞു. ആ ആധികാരികമായിട്ടുള്ള വിജയം എന്ന് പറയുന്നത് സർക്കാർ വിരുദ്ധ വികാരം തന്നെയാണ്. അതിലൊരു തർക്കവും വേണ്ട. ഇത്ര ആധികാരികമായിട്ട് വിജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാനത്തുടനീളം നിലനിൽക്കുന്ന ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണ്. നോക്കൂ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ LDF അധികാരത്തിൽ വന്നാൽ ഒട്ടും വിലക്കയറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തിനാണ് വില കയറാതിരുന്നിട്ടുള്ളത്? പാലിൻ്റെ വില എന്താ? വൈദ്യുതി ചാർജ് ഇവർ എത്ര തവണ വർദ്ധിപ്പിച്ചു?
ഇവിടുത്തെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വില വർധനവല്ലേ? അപ്പോൾ വെള്ളത്തിൻ്റെ കരം എത്ര തവണ വർദ്ധിപ്പിച്ചു? ഭൂനികുതി എത്ര വർദ്ധിപ്പിച്ചു? ഈ വീട്ടുകരം എത്ര വർദ്ധിപ്പിച്ചു? അങ്ങനെ ഭൂമിയുടെ, വീടിൻ്റെ, വെള്ളത്തിൻ്റെ, വൈദ്യുതിയുടെ, പാലിൻ്റെ, എങ്ങനെ എല്ലാത്തരം സാധാരണക്കാർ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വലിയ തോതിൽ വിലക്കയറ്റം ഉണ്ടാകുന്നു. മറുവശത്ത് സാധാരണക്കാരുടെ ആശ്രയമായിട്ടുള്ള ക്ഷേമ പെൻഷൻ കിട്ടാൻ വേണ്ടി നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ 16 മാസം മുടങ്ങിയ സാഹചര്യം ഉണ്ടാകുന്നു. ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം നമ്മൾ കണ്ടു. അപ്പോൾ എന്താ ഇവർ ആദ്യം പറഞ്ഞത്? KC വേണുഗോപാൽ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി വന്നിട്ട് സംസാരിച്ചപ്പോൾ ക്ഷേമ പെൻഷൻ കൈക്കൂലി എന്ന പേരിൽ കൊടുക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ വോട്ടർമാർക്ക് ഇലക്ഷന് തൊട്ട് മുൻപായിട്ട് മാത്രം കൊടുക്കേണ്ടതല്ല, അവരുടെ നിങ്ങൾ കൊടുക്കുന്ന ഔദാര്യമല്ല, അത് അവകാശമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തോ UDF ക്ഷേമ പെൻഷനെതിരാണ് എന്നൊരു വ്യാഖ്യാനം കൊണ്ടുവരാൻ ശ്രമിച്ചില്ലേ? പരാജയപ്പെട്ടില്ലേ? നിലമ്പൂരിലെ ജനത ഏറ്റെടുത്തോ നിങ്ങളുടെ കള്ളപ്രചാരണം? എന്തൊക്കെ കള്ളപ്രചരണം നടത്തി? പാണക്കാട് കുടുംബം ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നില്ല, സഹായിക്കുന്നില്ല എന്ന കള്ളപ്രചരണം നടത്തിയില്ലേ? ഇപ്പോൾ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ എന്താ അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വരാജിന്റെ സ്വന്തം പഞ്ചായത്തിൽ പോലും UDF ലീഡ് ചെയ്യാണ്. ഇവിടെ ആര്യടൻ ഷൗക്കത്തിന്റെ സ്വരാജിന് അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ പോലും ലീഡ് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വലിയ തോതിൽ അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് പറഞ്ഞ ഒരു വിലയിരുത്തലിലേക്ക് എത്താനുള്ള ഒരു പ്രധാന കാരണം. പ്രത്യേകിച്ച് പിണറായി 3.0 എന്ന ചർച്ചകൾ ഇടത് ക്യാമ്പുകളിൽ സജീവമാകുകയും അത്തരത്തിലുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുന്ന സമയമായതുകൊണ്ടുകൂടിയാണ് സ്വരാജിനെ പോലെ അത്രയും ശക്തനായ ഒരു സ്ഥാനാർത്ഥിക്ക്, അത്രയും വ്യക്തിപ്രഭാവമുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് കൂടുതലൊന്നും നിലമ്പൂരിൽ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നൽകുന്ന സൂചന. ഇത് ശരിക്കും സന്ദീപ് വാര്യരെ പോലെ ഒരാളിന് ധാർമ്മികമായി ഇങ്ങനത്തെ ഒരു കാര്യം പറയാൻ യാതൊരു അവകാശവുമില്ല. അത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ. കാരണം സന്ദീപ് വാര്യർ തുടക്കത്തിൽ പറഞ്ഞ എന്താണ്, ഞങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന അൻവറിൻ്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായതാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ചേലക്കര പറഞ്ഞത്. ചേലക്കരയും പാലക്കാടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കേരളത്തിലെ 27 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ 19 ഞങ്ങൾ ജയിച്ചു. ഇങ്ങനെ തുടർച്ചയായി ജയിക്കുക മാത്രമല്ല, വീണ്ടും ഒരു നാലാം വാർഷികം കൂടി സർക്കാരിൻ്റേത് നടത്തി കഴിഞ്ഞപ്പോൾ കേരളത്തിലാകെ ഒരു സംസാരം രൂപപ്പെട്ടു വരുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഭരണം, മൂന്നാം തുടർ ഭരണത്തിനുള്ളൊരു സാധ്യത. കോൺഗ്രസ്സിലാണ് ആഭ്യന്തര കലാപം. കോൺഗ്രസ്സിലെ ആഭ്യന്തര കലാപത്തിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പോൾ തന്നെ സന്ദീപ് പറഞ്ഞതിലൊരു പ്രശ്നം, സന്ദീപ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. സന്ദീപ് BJPയുടെ ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു വക്താവായിരുന്നു. സന്ദീപ് ആ പാർട്ടിയിലെ ഏതെങ്കിലും ആഭ്യന്തര പ്രശ്നത്തിൻ്റെ പേരിലാണോ ആ പാർട്ടി വിട്ടത്? അതിനെ സംബന്ധിച്ച് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അത് നിങ്ങളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ഇവിടെ അൻവർ ഉയർത്തിയ ചില പ്രശ്നങ്ങൾ എന്താ? അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് ഒരിക്കലും നടത്താൻ പാടില്ലാത്ത തെറ്റായ തരത്തിലുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്, അതേപോലെ തന്നെ ഈ കേരളത്തിൽ കസ്റ്റംസ് പിടിച്ചുകൊണ്ടുവരുന്ന സ്വർണം എന്തിനാണ് കേരള പോലീസ് പിടിക്കുന്നതെന്നാണ് ചോദിച്ചത്. അൻവർ പറയുന്ന തോന്നിവാസത്തിന് പിണറായി വിജയൻ കൂട്ടുനിന്നില്ല എന്നതുകൊണ്ട് അൻവറിനെ പോലുള്ള ആളുകൾ ഇടതുപക്ഷത്തേക്ക് പല ആളുകളും വരുന്ന ആളുകൾ പറയുന്നതനുസരിച്ചല്ല CPM-ഉം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ ഒരു സ്വതന്ത്ര MLA ആണ്. ഞങ്ങളുടെ നയത്തിനും ഞങ്ങളുടെ പരിപാടിക്കനുസരിച്ചും അൻവർ വശമതനാകാതെ വരുമ്പോൾ, അൻവർ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ നിന്ന് നടപ്പാക്കാതെ വരുമ്പോൾ, അൻവറിനെതിരെ നിങ്ങൾ പറഞ്ഞതെല്ലാം ഇവിടെ കിടക്കുകയാണല്ലോ. അൻവർ വലിയ കള്ളക്കമ്മട്ടക്കാരനാണെന്നും അൻവറിൻ്റെ കൊള്ളയ്ക്കെല്ലാം പിണറായി കൂട്ടുനിൽക്കുകയാണെന്നും നിങ്ങൾ പറഞ്ഞത് ഈ കേരളീയ സമൂഹത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ഏറ്റവും അവസാനം എന്താണ്? അൻവറിൻ്റെ എല്ലാ തോന്നിവാസങ്ങളും നടത്താൻ ഈ ഗവൺമെൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് അൻവർ ശ്രമിച്ചപ്പോൾ അത് നടപ്പില്ല എന്ന് പിണറായി പറഞ്ഞു. അത് മാത്രമല്ല, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേലക്കര തെരഞ്ഞെടുപ്പിൽ അൻവർ പ്രചരിപ്പിച്ചു. അൻവറിൻ്റെ സ്ഥാനാർത്ഥിയോടെ മത്സരിച്ചു. അൻവർ ഒരു സ്ഥാനാർത്ഥിയെ പ്രത്യേകം കോൺഗ്രസ് തന്നെ കൊടുത്തു. അൻവറിന് ഒരു സ്ഥാനാർത്ഥിയെ KPCC മെമ്പറെ. ഇതെല്ലാം നടന്നിട്ടും ഞങ്ങൾ അതിനെ അതിജീവിച്ചുകൊണ്ട് വിജയിച്ചു. മൂന്നാമത് ഇടതുപക്ഷയുടെ അധികാരത്തിൽ വീണ്ടും വരുമെന്നുള്ള ചർച്ച കേരളത്തിലാകെ സജീവമായി. നിങ്ങൾ പറഞ്ഞ ക്ഷേമ പെൻഷനുകളടക്കം കൃത്യമായി ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ഭരണം മോശമാണെന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിയതുകൊണ്ടാണ് അത് നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാവുകയും നിങ്ങളുടെ MLA ആണ് ആ മുന്നണിയിൽ നിന്ന് വിട്ടുപോവുകയും രാജിവെക്കുകയും ഒക്കെ ചെയ്തത്. അൻവർ മറ്റാരുമായിരുന്നില്ലല്ലോ, നിങ്ങളുടെ തന്നെ. ഞാൻ പറയട്ടെ, അല്ല ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നം അല്ല. പറയട്ടെ, എങ്ങനെയാണ് ഒരു ആഭ്യന്തര പ്രശ്നം വരുന്നത്? അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് അൻവർ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ കണ്ടു. അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ശരിയായിട്ടുള്ള കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് പറഞ്ഞു. അൻവർ മുഖ്യമന്ത്രിയെ കണ്ടു. അൻവറിന് എല്ലാ അവസരങ്ങളും കൊടുത്തു.
എല്ലാ അവസരങ്ങളും കൊടുത്തതിനു ശേഷവും അൻവർ കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തെ സംബന്ധിച്ച് അൻവർ ആഗ്രഹിച്ച തരത്തിൽ നടക്കാത്ത കാര്യങ്ങളാണ്. വന്യമൃഗശല്യമൊന്നും അല്ല അൻവർ ആദ്യം ഉന്നയിച്ചത് സ്വർണ്ണക്കള്ളക്കടത്താണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ അതിന്റെ ശരിയായ ദിശയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു. പിണറായി വിജയൻ അതിന് എന്തുകൊണ്ടാണ് ഗുജറാത്തിലേക്കാളും മറ്റ് സംസ്ഥാനങ്ങളെക്കാളും കരിപ്പൂരിൽ സ്വർണം പിടിക്കുന്നത് എന്ന ചോദ്യമാണ് അൻവർ ഉയർത്തിയത്. എന്തിനാണ് കേരളത്തിൽ സ്വർണം വരുന്നത് പിടിക്കുന്നതെന്നാണ് അൻവർ ചോദിച്ചത്. ഇതെല്ലാം മൂടി വെച്ചുകൊണ്ട് എല്ലാവരെയും കൂട്ടിച്ചേർത്ത് തുടർഭരണമെന്ന സ്വപ്നം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിച്ചു വരുന്നു എന്നതിൽ നിന്ന് മാറത്താൻ 8 മാസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തുക. ആ കാര്യത്തിൽ താൽക്കാലികമായിട്ടെങ്കിലും നിങ്ങൾ വിജയിച്ചു. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പായിട്ടും പറയുന്നു, കേരളത്തിലെ ഇടതുപക്ഷത്തെ ഇതുകൊണ്ടൊന്നും വലിയ പരീക്ഷണങ്ങളിലൂടെ ഞങ്ങൾ കടന്നു വന്നതാണ്. അതുപോലെ കേവലമായ ഒരു കാര്യം ഇവിടെ പറഞ്ഞു, സ്വരാജ് സ്വന്തം സ്ഥലത്ത് പരാജയപ്പെട്ടു പോയി. ഞാൻ അമേഠിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടില്ലേ? എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ പ്രഗത്ഭന്മാരായ കേരളത്തിലെ നേതാക്കന്മാർ അവരവരുടെ സ്ഥലത്ത് പരാജയപ്പെട്ടു. പക്ഷെ അവർ പിന്നീട് ജയിച്ച് കരുണാകരൻ ഇവിടെ പരാജയപ്പെട്ടിട്ട് പിന്നീട് മുഖ്യമന്ത്രി ആയില്ലേ? അഡ്വക്കേറ്റ് വി എസ് മനോജ് കുമാർ കൂടി ചേരുന്നു. അഡ്വക്കേറ്റ് വി എസ് മനോജ് കുമാർ, അൻവർ അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യങ്ങൾ ഉയർത്തി അവിടെ നിന്നും ഇടതുമുന്നണിയിൽ നിന്നും രാജിവെക്കുകയായിരുന്നു, പിണറായി സത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഇപ്പോൾ ആർ സനൽകുമാർ അടക്കം ഉന്നയിക്കുന്നത് അതാണ്. മറ്റൊരു കാര്യം, 20,000-ഓളം വോട്ട് നേടി നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ആധിപത്യം, നിങ്ങളുടെ ഒരു സ്വാധീനം അവിടെ ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോഴും UDF-ന്റെ പടിക്ക് പുറത്ത് തന്നെയാണ്. വാതിൽ അടച്ചു എന്ന് ഒരു തവണ പറയുന്നു, തുറക്കുന്നു എന്ന് പിന്നെ പറയുന്നു. ഇപ്പോഴും നിങ്ങൾ ആ പടിവാതിൽക്കൽ കാത്തു നിൽക്കുകയാണ് എന്നുള്ള ഒരു സവിശേഷമായ ഒരു സങ്കടകരമായ സാഹചര്യം കൂടി ഉണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു മനോജ് കുമാർ. ബഹുമാനപ്പെട്ട ശ്രീ സനൽകുമാർ ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങളോട് ആദ്യമായി മറുപടി പറയാനുണ്ട്. ശ്രീ PV അൻവർ എന്ത് അസാധ്യമായി ചെയ്തു കൊടുക്കാൻ കഴിയാത്ത കാര്യമാണ് ഈ സർക്കാരിന് മുന്നിൽ വച്ചതെന്ന് അദ്ദേഹത്തോട് പറയേണ്ടതുണ്ട്. കാരണം ഒരു അനാവശ്യമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. PV അൻവർ ഈ സർക്കാരിനെ സ്വാധീനിച്ച് എന്തെങ്കിലും ഒരു കാര്യം സ്വാധിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം എന്തെങ്കിലും പരിശ്രമം നടത്തിയിട്ടായി ഞങ്ങളുടെ ആരെയും ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അദ്ദേഹം എന്തുവാകട്ടെ ആ രാഷ്ട്രീയം ഉപേക്ഷിച്ച് പുറത്തു വന്നു, നിയമസഭാ അംഗത്വം രാജിവെച്ചു, അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. അതേ തുടർന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പുണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? പിണറായി സത്തിനെതിരെയുള്ള ഒരു പോരാട്ടം. ആ പോരാട്ടത്തിൽ ഒട്ടനവധി ആളുകളെ ചേർത്ത് പിടിക്കാനും ഒപ്പം തന്നെ ധാരാളം വോട്ടുകൾ സമാഹരിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. മാത്രമാണോ, അദ്ദേഹം ഉയർത്തിയ ആ മുദ്രാവാക്യം, പിണറായി സത്തിനെതിരെയുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ജനങ്ങൾ സ്വീകരിച്ചു. ആ സ്വീകരിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പിണറായി സത്തിനെതിരെ ആര്യാടൻ ഷൗക്കത്തിനും ശ്രീ PV അൻവറിനോട് കൂടി ചേർത്ത് നോക്കിയാൽ 30,000-ഓളം വോട്ടുകളാണ് ഇവർക്ക് രണ്ടുപേർക്കും കൂടി കിട്ടിയിട്ടുള്ളത്. ഇത് രണ്ടും സർക്കാർ വിരുദ്ധ വോട്ടുകളാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു സാമാന്യ ചിന്താശേഷി CPM പ്രതിനിധിക്ക് ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ അദ്ദേഹം ചോദിച്ചു, PV അൻവർ നേരത്തെ പാർട്ടി വിട്ടിട്ട് ചേലക്കരയിൽ മത്സരിച്ചല്ലോ എന്ന്. അതെ, തീർച്ചയായും ചേലക്കരയിൽ ഞങ്ങളുടെ പാർട്ടി മത്സരിച്ചു. ഒരു രാഷ്ട്രീയ മൂവ്മെൻറ്റ് രൂപപ്പെട്ട്, പാർട്ടി പോലും ആയിട്ടില്ല, രാഷ്ട്രീയ മൂവ്മെൻറ്റ് രൂപപ്പെട്ടു വന്നു. 2-3 ദിവസങ്ങൾക്കിടയിൽ പ്രഖ്യാപിച്ച ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയോട് മത്സരിപ്പിക്കുകയുണ്ടായി. ആ സ്ഥാനാർത്ഥിക്ക് 3,920 വോട്ട് ലഭിച്ചു. നിസ്സാരമെന്ന് നിങ്ങൾ കരുതരുത്. 3,920 വോട്ടുകൾ 2-3 ദിവസം മാത്രം ഒരു മൂവ്മെൻറ്റ് രൂപീകരിച്ചിട്ട് ആയിട്ടുള്ളൊരു സംവിധാനം ഒരു സ്ഥാനാർത്ഥി നിർത്തി നേടി എന്ന് പറയുന്നത് ചെറുതായി നിങ്ങൾ കാണരുത്. മാത്രവുമല്ല, അവിടെയും ശ്രീ PV അൻവർ മുന്നോട്ട് വെച്ചത് പിണറായി സത്തിനെതിരെയുള്ള തൻ്റെ പ്രചാരണമായിരുന്നു. ആ പ്രചാരണത്തിൽ എല്ലാ ആളുകളുടെ പിന്തുണയും അദ്ദേഹത്തിന് കിട്ടി. നിങ്ങൾക്കറിയാമോ, ആദ്യഘട്ടത്തിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ആര്യാടൻ ഷൗക്കത്ത് നല്ല സ്ഥാനാർത്ഥി അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ യുദ്ധപ്രഖ്യാപനം UDF-നെതിരെ തുടങ്ങിയത്. അത് വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഇപ്പോൾ വളരെ കരുതലോടെയാണ് പ്രതികരിക്കുന്നത് UDF നേതൃത്വത്തെക്കുറിച്ച്, ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് എല്ലാം. അത് വേണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോ ഇപ്പോൾ? അല്ല, ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിച്ചോട്ടെ. പിണറായി സത്തിനെതിരെയുള്ള ജനവിധി ഉണ്ടായില്ല എന്ന സ്നേഹിതൻ്റെ അഭിപ്രായത്തെ ഒന്ന് ഖണ്ഡിക്കുവാനാണ് ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാം, 39,600 വോട്ടായിരുന്നു ശ്രീ K. രാധാകൃഷ്ണന് 2021 നിയമസഭയിൽ ലഭിച്ചത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടാണ് ഇടതുമുന്നണിക്ക് കിട്ടിയത്? വെറും 13,700 വോട്ടോ മറ്റുമാണ് കിട്ടിയത്. അപ്പോൾ ഭൂരിപക്ഷം തീരെ താഴോട്ട് വന്നു.
അത് പിന്നെ സർക്കാർ വിരുദ്ധ വോട്ടല്ല എന്ന് ഒരിക്കൽ പോലും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ സർക്കാർ വിരുദ്ധ വോട്ടാണ് ശ്രീ PV അൻവറിനും അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിനും ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും അപ്പോഴും ഈ ആര്യാടൻ ഷൗക്കത്തിനെ തള്ളിക്കളഞ്ഞ ആ നടപടി വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? അല്ല, ആ വിഷയത്തിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. ശ്രീ PV അൻവർ താൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി തൃണമൂൽ കോൺഗ്രസിനെ UDFന്റെ ഭാഗമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDF നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു. ആ കത്തിന്മേൽ ഒരു തീരുമാനം കൈക്കൊള്ളുന്നതിൽ അനിശ്ചിതമായി എന്ത് കാരണങ്ങൾ കൊണ്ടാണെന്നറിയില്ല, ഏതായാലും നീണ്ടുപോയി. അദ്ദേഹം മുന്നണിയുടെ ഭാഗമല്ലാതെ നിന്ന സന്ദർഭത്തിലാണ് ആര്യാടൻ ഷൗക്കത്തിനെക്കുറിച്ച് അത്തരത്തിലുള്ള പരാമർശം നടത്തിയത്. എങ്കിൽ പോലും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പറഞ്ഞത് പിണറായി സത്യൻ വരെയുള്ള ഒരു വിധിയെഴുത്തുണ്ടായി. ആ വിധിയെഴുത്തിൽ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചതിൽ അദ്ദേഹത്തിന് ദുഃഖമില്ല, അദ്ദേഹത്തിനും ധാരാളം വോട്ട് ലഭിച്ചു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലേറെ വോട്ട് എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് മാന്യമായ നിലയ്ക്ക് ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ നിലനിൽക്കാൻ കഴിയുന്ന വോട്ട് ലഭിച്ചു. നമ്മൾ വോട്ടിന്റെ ആവറേജ് എടുത്ത ഒരു ബൂത്തിൽ ഞങ്ങൾക്ക് 75 വോട്ടുകൾ, ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടോ? ഇന്ന് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ആദ്യം വരുമ്പോൾ പറയുന്നത് അൻവർ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ 25,000-ഓളം വോട്ട് ഭൂരിപക്ഷം കിട്ടുമായിരുന്നു. ഞാനും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ പരമാവധി ശ്രമിച്ചതാണ് അൻവറിനെ കൂടെ കൂട്ടാൻ, പക്ഷേ അത് നടന്നില്ല എന്ന് പറയുന്നു. ആദ്യഘട്ടത്തിൽ KPCC അധ്യക്ഷൻ അൻവറിന് മുന്നിൽ വാതിൽ അടച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അടയ്ക്കുന്ന വാതിൽ തുറക്കാമല്ലോ എന്ന് പറയുന്നു. പിന്നീട് അത് അദ്ദേഹം മാറ്റി പറയുന്നു. അത് അർത്ഥമാക്കുന്നത് ഇത് പല സ്വരങ്ങൾ അതിനകത്ത് ഈ അൻവറിനെ ചൊല്ലി ഉണ്ട് എന്നുള്ളതല്ലേ? ആശയക്കുഴപ്പം ഉണ്ട് എന്നുള്ളതല്ലേ? എന്നുള്ളത് ഒരിക്കലും ഒരു ആശയക്കുഴപ്പമല്ല. കോൺഗ്രസ് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയിൽ നേതാക്കൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. അവസാനം അതൊരു അഭിപ്രായ ഐക്യത്തിലേക്കും സമന്വയത്തിലേക്കും എത്തും. അതാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് കണ്ടത്. ഇത്തരം ചില വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഒരു ഐക്യത്തോടെയുള്ള തീരുമാനമുണ്ടായി. ആ തീരുമാനത്തോടൊപ്പം കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളും തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഉറച്ചു നിന്നല്ലോ. അതിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പലതരത്തിലുള്ള ഘടകങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാകും. ഇതെല്ലാം വിശകലനം ചെയ്തുകൊണ്ട് UDF ഇത്തരം കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഇത് ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. ഭാവിയിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് അതപ്പോൾ UDFന്റെ നേതൃത്വം ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കുമെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. ഈ കേരള രാഷ്ട്രീയം എങ്ങോട്ടാണ് ഉരുത്തിരിഞ്ഞ് പോകുന്നത് എന്ന് നമ്മൾ ഈ സ്റ്റുഡിയോയിലിരുന്ന് ഈ സമയത്ത് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട് എന്ന് തോന്നുന്നില്ല. നമുക്കത് വരുന്ന വഴിക്ക് തീർച്ചയായിട്ടും അതിനെ കാണാം എന്ന് മാത്രമേ അക്കാര്യത്തിൽ പറയാനുള്ളൂ. തീർച്ചയായും നിലമ്പൂർ വിധിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. തിരിച്ചെത്താം വളരെ വേഗം, ഒരു ചെറിയ ഇടവേള.